ഹലോ ഗൈസ്, സോ ടുഡേ ലെറ്റ്സ് ഗോ ടു നോയ്ച്ച്വാൻസ്റ്റൈൻ കാസ്റ്റൽ. രാവിലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടും അലാറം കൃത്യസമയത്തിന് അടിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് ആകെ ഒരു ട്രെയിനും ഒരു ബസ്സും മാത്രമേ മിസ്സായതുള്ളൂ. അതുകൊണ്ട് തന്നെ 2.25 മണിക്കൂർ കൊണ്ട് എത്തേണ്ട കാസ്റ്റലിലോട്ട് ഞങ്ങളൊരു 4-5 മണിക്കൂർ എടുത്തിട്ടാണ് എത്തിയത്. എന്തായാലും നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ലാസ്റ്റ് ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ചധികം സമയം ഉള്ളതുകൊണ്ട് ഇവരുടെ ഗെയിം കളിക്കുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ മഞ്ഞു നിറഞ്ഞ ആൽപ്സ് മൗണ്ടൈൻ? അങ്ങനെ ഇതേ കാസ്റ്റലിലോട്ടുള്ള ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എല്ലാവരും നേർവഴി പോയപ്പോൾ ഞങ്ങൾ പെൻഗ്വിൻ്റെ മാർഗം സ്വീകരിച്ചു. കഠിനമായ വഴികൾ ചൂസ് ചെയ്ത് ഞങ്ങൾ ഇതേ മഞ്ഞ് നിറഞ്ഞ വഴികളിലൂടെ ഓരോരുത്തരും ഓരോ ഭാഗത്തോട്ടായി പോകുന്നു. ബട്ട് വൈ? ഹായ് 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 ഹായ്, ഇതേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളിതേ കാസ്റ്റലിനടുത്തി. ദിസ് വാസ് മൈ ഗ്രൂപ്പ്. സോ ഇതായിരുന്നു ടോപ്പിൽ നിന്നുള്ള വ്യൂ. മൊത്തം ഈ മഞ്ഞിൽ ഈ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. ദിസ് വാസ് ദ നോയ്ച്ച്വാൻസ്റ്റൈൻ കാസ്റ്റൽ. ഇതിന്റെ അപ്പുറത്തൊരു പാലമുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിന്റർ ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയി. ഫൈനലി കാസ്റ്റലിൽ പോയതിന്റെ റിയൽ ഫൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. വെൻ വി സ്റ്റാർട്ടഡ് സമ്മർ സ്ലാമിംഗ്. പിന്നീട് അങ്ങോട്ട് ഒരുത്തനെയും വെറുതെ വിടാണ്ട് എല്ലാത്തിനെയും മഞ്ഞിലൂരിട്ടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ. അതിൽ പോയി എല്ലാ മനുഷ്യന്മാർക്കും വി വെയർ കാഴ്ചവെക്കലിംഗ് ആ ഫ്രീ എന്റർടൈൻമെന്റ് ഷോ. ചിലരൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ പിള്ളേരെയൊക്കെ ആരാണ് കയറൂരി വിട്ടത് എന്നായിരിക്കും അവരാലോചിക്കുന്നത്. ഇട്ടോട് തുണി മൊത്തം നനഞ്ഞതുകൊണ്ട് തന്നെ ബാത്റൂമിൽ എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു കാസ്റ്റൽ തൊട്ടപ്പുറത്തുള്ള ആൽപ്സ് ലേക്കിലേക്ക്. ഇനി കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അവിടെ പിന്നെ പരമ്പത്തെ കിളികളെ പോലെ ഞങ്ങൾ എല്ലാവരും നേരെ ഇരുന്നു ലേക്ക് നോയിക്കൊണ്ട്. ഞങ്ങളുടെ ഇടയിൽ വൈബ് ഓവറായി സെറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ മാന്യമായിട്ട് വന്ന എല്ലാ അത്തങ്ങളും കിളി പോയിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ രാത്രി വീണ്ടും നമ്മുടെ കാസ്റ്റൽ നോക്കി കണ്ട് വിശപ്പിന്റെ ഉൾവിളിൽ കൊണ്ട് ഫുഡും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി. അപ്പോൾ ഓക്കെ, ബൈ.